നമസ്കാരം. തമ്പനയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമലോത്ഭവ അല്ലാത്ത യേശുവിൻ്റെ അമ്മയായ മറിയം എന്നായിരിക്കും. വാക്ക് വിത്ത് എലോഹിം എന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. ബൈബിൾ ദൈവനിശ്വാസീയമായിട്ടുള്ള വചനങ്ങളാണ്. ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ദൈവത്തിൻ്റെ തന്നെ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന വചനമാണ്, ദൈവിക വചനങ്ങളാണ്. ആ ദൈവിക വചനത്തിൻ്റെ പച്ചയായ സത്യങ്ങൾ കലർപ്പില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ചാനൽ സന്ദേശങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ഇതിലെ സന്ദേശങ്ങൾ യാതൊരു കാരണവശാലും വ്യക്തികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനോ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ടുള്ളതല്ല. പകരം ഇൻഫർമേറ്റീവായിട്ട് മാത്രം നിങ്ങൾ കാണുക. സത്യം എന്നത് മറഞ്ഞിരിക്കാനുള്ളതല്ല, അത് വെളിപ്പെട്ട് വരേണ്ടതാണ്. യേശു പ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ സത്യം മനസ്സിലാക്കും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അവിടെ യേശു സ്വന്തമായിട്ട് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് സത്യം, നിങ്ങൾ എന്നെ തിരിച്ചറിയുമ്പോൾ ഞാൻ നിങ്ങളെ സകലത്തിൽ നിന്നും സ്വതന്ത്രമാക്കും. പ്രധാനമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്കാണ്. അതിന് തടസ്സം ആക്കുന്ന പിശാച് തന്നെ പല വഴികളിലൂടെ ദൈവമക്കളെ തെറ്റിക്കുവാനായിട്ട് പിശാച് തന്നെ പല വഴിയിലൂടെ കൊണ്ടുവരുന്ന തടസ്സങ്ങളെ നാം തിരിച്ചറിഞ്ഞ് വിവേചിച്ചറിഞ്ഞ് പരിജ്ഞാനത്തോടെ ആ വക പ്രവർത്തിക്കുന്നവരിൽ നിന്നും അവരെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദൈവവചനങ്ങളെ ഷെയർ ചെയ്ത് കൊടുത്ത് നാം ഓരോരുത്തരും അങ്ങനെയുള്ള വഞ്ചനകളിലും ചതിമോഹങ്ങളിലും ഉൾപ്പെട്ടു പോകാതിരിപ്പാൻ ഇതുപോലുള്ള വചന സത്യങ്ങൾ പങ്കുവയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടൊരു ഡിസ്ക്ലൈമർ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇത് ആരെയും വ്യക്തിപരമായിട്ട് മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ കോർണർ ചെയ്ത് സംസാരിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. പകരം തിരുവചനത്തിൽ നിന്നും ദൈവം തന്നെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പച്ചയായ സത്യത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമലോത്ഭവ അല്ലാത്ത യേശുവിൻ്റെ അമ്മയായ മറിയം എന്ന് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്നത്, അമലോത്ഭവം എന്നത് പാപമില്ലാതെ ജനിക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു വീഡിയോ തുടർന്ന് മുന്നോട്ട് പോകുന്നത് ചോദ്യ ഉത്തര രീതിയിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരുടെ ഇടയിലും ഉണ്ടാകാൻ ഇടയുള്ള ചോദ്യങ്ങൾ, പലരും ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചോദ്യ ഉത്തര ശൈലിയിലായിരിക്കും ഈ വീഡിയോ മുന്നോട്ട് പോകുക. അങ്ങനെ ആകുമ്പോൾ ഇത് കാണുന്നവർക്കും എളുപ്പത്തിൽ സത്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10 ചോദ്യങ്ങളാണ്. ആ 10 ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യം 1, അമലോത്ഭവം എന്നാൽ എന്ത്? ചോദ്യം 2, ആദ്യ പാപമില്ലാതെ ജനിച്ചത് ആരാണ്? ചോദ്യം 3, ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ച വേറെ ആരാണ്? ചോദ്യം 4, മറിയത്തിന് മാത്രമേ യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ കഴിയൂ എന്നതിന് തിരുവെഴുത്ത് വ്യക്തമായ തെളിവ് നൽകിയിട്ടുണ്ടോ? ചോദ്യം 5, ദൈവം ഉപയോഗിച്ച മറ്റു വ്യക്തികളെ പോലെ മറിയയുടെ വംശാവലി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യം 6, തിരുവെഴുത്തിൽ മറിയയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സത്യങ്ങൾ നാം വിശ്വസിക്കേണ്ടതുണ്ടോ? ചോദ്യം 7, മറിയ നമ്മെപ്പോലെ സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നോ അതോ ദിവ്യത്വമുള്ള സ്ത്രീ ആയിരുന്നുവോ? ചോദ്യം 8, എല്ലാ മനുഷ്യരും ജനിക്കുന്നത് പാപത്തിലാണോ? അങ്ങനെയെങ്കിൽ മറിയയുടെയും ജനനം പാപത്തിൽ ആയിരുന്നിരിക്കത്തില്ലേ? ചോദ്യം 9, പാപമില്ലാത്ത ദൈവമായ യേശുവിന് ജന്മം കൊടുക്കണമെങ്കിൽ ജന്മം കൊടുക്കുന്ന അമ്മയും പാപമില്ലാത്ത വ്യക്തിയായിരിക്കേണ്ടേ? ചോദ്യം 10, യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് യേശുവോ അപ്പോസ്തലന്മാരോ ആദിമസഭയോ നൽകാത്ത സവിശേഷതകൾ നാം ഈ കാലഘട്ടത്തിൽ നൽകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോടൊപ്പം മറിയ നമ്മുടെ ആരാധനയും ബഹുമാനവും സ്തുതിയും അർഹിക്കുന്നുണ്ടോ?
തുടങ്ങി 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിങ്ങൾ തന്നെ ശ്രദ്ധയോടെ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇനി ഞാൻ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും ചോദ്യം ഉൾപ്പെടുത്തി അതിൽ നിന്നൊരു വിശദീകരിച്ചിട്ടുള്ള ഒരു ഉത്തരം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചുവടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, അമലോത്ഭവം എന്നാൽ എന്ത്? ഉത്തരം, പാപം ഇല്ലാത്ത ജനനം. നമുക്കറിയാം, ഇവിടെ ഉദ്ദേശിക്കുന്ന പാപം ആദിപാപമാണ്. ആദിപാപം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് ചോദിച്ചാൽ ആദാമും ഹവ്വയും ദൈവം അവർക്ക് കൊടുത്തിരുന്ന കൽപ്പനയെ ലംഘിച്ചു. കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നും ഫലം അവർ കഴിച്ചു. ആ വൃക്ഷത്തിൽ നിന്നും ഫലമെടുത്തത് കൊണ്ടോ കഴിച്ച ഫലത്തിൽ തിന്മയിരുന്നത് കൊണ്ടോ യാതൊന്നുമല്ല ദൈവം അവരെ ശിക്ഷിച്ചത്. അവരുടെ ഉള്ളിൽ പാപം കടന്നുകൂടിയത്, അവരുടെ ഉള്ളിൽ മരണം കടന്നുകൂടിയത്. പകരം അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു എന്നതായിരുന്നു അവരുടെ ഉള്ളിൽ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പാപം എന്നേക്കുമായി പ്രവേശിക്കാനുണ്ടായ കാരണം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ആ പാപം ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങപ്പെട്ട മനുഷ്യനിലൂടെ ഉണ്ടായിരിക്കുന്ന സകല മാനവരാശിയും ആദ്യ പാപത്തിലാണ് ജനിക്കുന്നത്. കാരണം പുരുഷനിൽ നിന്നും സ്ത്രീയുടെ നിന്നുമാണ് പിന്നെയുള്ള തലമുറകൾ ജനിച്ച് ഈ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരിലൂടെ ജനിക്കപ്പെട്ട എല്ലാ വ്യക്തികളും, ഈ മാനവരാശിയിൽ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളും അവരും ചുമന്നുകൊണ്ടാണ് ജനിക്കുന്നത്. ആ ആദിപാപം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അമലോത്ഭവം എന്ന് പറയുന്നത്. ചോദ്യം 2, ആദിപാപം ഇല്ലാതെ ജനിച്ചത് ആരാണ്? ഉത്തരം, ദൈവത്തിൻ്റെ സൃഷ്ടി അനുസരിച്ച് ആദാമും ഹവ്വയും പാപരഹിതമായി ജനിച്ചു. കാരണം അവർ ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ചവരാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 അവിടെ ദൈവം തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തത്. മണ്ണിൽ നിന്നും ഒരു രൂപം ഉണ്ടാക്കിയതിന് ശേഷം, മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് ദൈവം തന്നെ ജീവശ്വാസം ഊതുകയും അതുവരെയും മണ്ണായിരുന്ന മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നും നേരിട്ട് ദൈവത്തിൻ്റെ ജീവൻ പൂർണ്ണമായും കൈക്കൊണ്ട് നേരിട്ട് ജനിച്ച വ്യക്തിയാണ് ആദ്യത്തെ മനുഷ്യൻ. ഹവ്വയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത് ആദമിൻ്റെ വാരിയിൽ നിർത്തിക്കൊണ്ട് അതിൽ മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി ജീവശ്വാസമൂതി. അങ്ങനെയാണ് ഹവ്വയും ജനിക്കുന്നത്. സോ ആദാമും ഹവ്വയുമാണ് പാപമില്ലാതെ ജനിച്ച ആദ്യത്തെ വ്യക്തികൾ. എന്തുകൊണ്ട് അവരങ്ങനെ ജനിച്ചു? കാരണം ദൈവത്തിൽ പരിശുദ്ധിയാണുള്ളത്, ദൈവത്തിൽ പാപമില്ല. അപ്രകാരം ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ചത് കൊണ്ട് ആദാമും ഹവ്വയും പാപമില്ലാതെ ജനിച്ചു. ചോദ്യം 3, ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ച വേറെ ആരാണ്? ഉത്തരം, വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ചതുപോലെ ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ച മറ്റൊരു വ്യക്തിയെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പാപരഹിതനായി ജനിച്ചു. കാരണം യേശു ക്രിസ്തു ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ചതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 35 വരെ ഗബ്രിയേൽ മാലാഖ യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് വന്ന് വന്ദനം പറയുകയും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സാക്ഷീകരിക്കുകയും തുടർന്ന് മറിയ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്ന് നിഴലിടും, അങ്ങനെ ഒരു പ്രജ ഉത്ഭവിക്കും. സോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. അതേ ദൈവത്തിൽ നിന്നും മറിയ പുരുഷനെ അറിയാതെ അതേ ദൈവത്തിൽ നിന്നും നേരിട്ട് ഒരു ജനനം ഉണ്ടായിരിക്കുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആദാമും ഹവ്വയും യേശു ക്രിസ്തുവുമല്ലാതെ ദൈവത്തിൽ നിന്നും നേരിട്ട് ഒരു വ്യക്തി ജനിച്ചു എന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 പേരെ വേദപുസ്തകം ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിച്ചവരായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ആദാം, ഹവ്വ, പിന്നീട് യേശു. ചോദ്യം 4,
മറിയത്തിന് മാത്രമേ യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ കഴിയൂ എന്നതിന് തിരുവെഴുത്ത് വ്യക്തമായ തെളിവ് നൽകിയിട്ടുണ്ടോ? ഇത് ഉദ്ദേശിക്കുന്നത് മറിയ എന്ന പേരുള്ള വ്യക്തിക്ക് മാത്രമേ അത് ഇന്ന പുരുഷനിലും ഇന്ന സ്ത്രീയിലും ജനിക്കുന്ന പെൺകുട്ടിയാണ്, അവളുടെ പേര് മറിയയായിരിക്കും, ആ മറിയയായിരിക്കും യേശുവിന് ജന്മം കൊടുക്കുക എന്ന് വേദപുസ്തകത്തിൽ തെളിവുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഉത്തരം ഇതാണ്: ഇല്ല. മറിയത്തിന് മാത്രമേ യേശുക്രിസ്തുവിനെ പ്രസവിക്കുവാൻ കഴിയൂ എന്നതിന് വേദപുസ്തകത്തിൽ യാതൊരു തെളിവുമില്ല. എന്നാൽ ഒരു കന്യക യേശുക്രിസ്തുവിനെ പ്രസവിക്കുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു. അത് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. കന്യക ഒരു മകന് ജന്മം കൊടുക്കും എന്നുള്ളത് മാത്രമാണ് പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീയുമാകാം, ഏത് കന്യകയുമാകാം. മറിയ തന്നെ ആയിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമില്ലായിരുന്നു. ദൈവം അരുൾ ചെയ്തത്, ദൈവം വാഗ്ദത്തം ചെയ്തത്, കന്യകയായിരിക്കുന്ന സ്ത്രീ, അതായത് പുരുഷനെ ശരീരം കൊണ്ടും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്നായിരിക്കും ഇസ്രായേലിനെ രക്ഷിച്ച് നിത്യമരണ ശിക്ഷയിൽ നിന്നും രക്ഷിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വരുന്ന മശിഹ എന്നത് മാത്രമാണ് ദൈവം പ്രവാചകന്മാരിലൂടെ പ്രവചനം കൊടുത്തത്. എന്നാൽ ആ കന്യകാ ജനനം, അതിൻ്റെ ആ കൃപ മറിയയ്ക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ആ കൃപയാണ് മറിയയ്ക്ക് ലഭിച്ചത്. കൃപ അവർക്ക് മുന്നമേ ഉണ്ടായിരുന്നതോ അവർ തന്നെ നേടിയെടുത്തതോ അല്ല, ദൈവം ദാനമായി അവർക്ക് കൊടുത്തതാണ്. മറിയയ്ക്ക് നേരത്തെ തന്നെ യേശുവിനെ പ്രസവിക്കുവാനുള്ള കൃപ കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം കൊടുത്തിരുന്നില്ല. മറിയ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ടോ, മറിയയുടെ ജനനം അത്ഭുതകരമായിരുന്നത് കൊണ്ടോ, മറിയയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ജനനം, വളർച്ച, അവരുടെ ജീവിത ശൈലികളൊക്കെ ദിവ്യമായിരുന്നത് കൊണ്ടോ അല്ല യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനായിട്ട് മറിയയ്ക്ക് കൃപ ലഭിച്ചത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, മറിയയ്ക്ക് ലഭിച്ചത് കൃപയാണ്. എന്നാൽ ദൈവം മറിയയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്നും സാധാരണ മനുഷ്യ സ്ത്രീയായിരുന്ന മറിയയ്ക്ക് ആ കൃപ നൽകിക്കൊണ്ട് മറിയയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കൃപ എന്നത് ദാനമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ജന്മം കൊടുക്കുവാനുള്ള കൃപ മറിയയ്ക്ക് മുന്നമേ ഉണ്ടായിരുന്നതോ മറിയ തന്നെ നേടിയെടുത്തതോ അല്ല, പകരം ദൈവം ദാനമായിട്ട് മറിയയ്ക്ക് കൊടുത്തതാണ്. അതിൽ യാതൊരു ദിവ്യത്വവുമില്ല. യേശുക്രിസ്തുവിൽ നാം എല്ലാവരും കൃപ ലഭിച്ച് നീതീകരണം പ്രാപിച്ചതുപോലെ മറിയയ്ക്ക് ലഭിച്ചത് ദാനം മാത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൻ്റെ നാമം വിശ്വസിച്ച്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനമെടുക്കുന്ന ഓരോ ദൈവ പൈതലും, ഓരോ സ്ത്രീയും, ഓരോ പുരുഷനും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതുവരെയും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകല പാപങ്ങളും ക്രിസ്തു എന്ന നാമം നിമിത്തം എന്നേക്കുമായി ദൈവം മറന്നു കളയുന്നു. ഇതാണ് നീതീകരണം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ, പരിശുദ്ധനായ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അശുദ്ധിയോടെ ഒരു മനുഷ്യന് നിൽക്കുവാൻ സാധ്യമല്ല. എന്നാൽ ആ അശുദ്ധിയെ എന്നേക്കുമായി നീക്കിക്കളയുന്നത് യേശുക്രിസ്തുവിൻ്റെ പരിപാവനമായ രക്തമാണ്. മറിയയ്ക്ക് ലഭിച്ചത് വലിയ കൃപ തന്നെയാണ്. എന്നാൽ അതേ കൃപ ഒരു അളവും തെറ്റാതെ, ഒരളവും കുറയാതെ യേശുക്രിസ്തുവിൽ, ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനകളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം നൽകി കൊടുക്കുന്നു. അത് മറിയയ്ക്ക് പ്രത്യേകിച്ച് ദിവ്യത്വം ഉണ്ടായതുകൊണ്ട് കൊടുത്തതല്ല, പകരം ദാനം മാത്രമാണ്. ചോദ്യം 5. ദൈവം ഉപയോഗിച്ച മറ്റു വ്യക്തികളെ പോലെ മറിയയുടെ വംശാവലി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വംശാവലിയുടെ പ്രാധാന്യം ഒരു വാക്കിൽ പറയണമെങ്കിൽ, ബൈബിളിൽ ഒത്തിരി പേരുടെ വംശാവലി കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീനിയോളജി കൊടുത്തിട്ടുണ്ട്, ആൻസിസ്റ്ററൽ ജീനിയോളജി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അതിനകത്തുള്ള സത്യത്തെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനാണ് ആ വംശാവലി കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു സാധാരണ മനുഷ്യന് തൻ്റെ പിതാവിനെ അറിയാമായിരിക്കും, തൻ്റെ പിതാവിൻ്റെ പിതാവിനെയും അറിയുമായിരിക്കും, ചിലർക്ക് തൻ്റെ പിതാവിൻ്റെ 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 പിതാവിനെയും അറിയുമായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയോട്
ഒരു 10 ജനറേഷനിൽ മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ ജനറേഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഉത്തരം തരാൻ കഴിയുകയില്ല. എന്നാൽ തിരുവചനത്തിലാകട്ടെ, ബൈബിളിലാകട്ടെ, മനുഷ്യൻ്റെ ആഗ്രഹത്താൽ എഴുതപ്പെടാത്തതായതുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ഒരു വ്യക്തിയുടെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വംശാവലി തുടങ്ങുന്നത് ആദാം ഹൗവയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിൽ നിന്നോ മോശയിൽ നിന്നോ ആയിരിക്കും. അത്രത്തോളം ബന്ധമുണ്ട് വംശാവലിക്ക്. അത് തികച്ചും സത്യമാണ്. വായിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും സംശയം തോന്നാതിരിക്കാനും ആ വായനയിൽ ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാനുമായിട്ടാണ് വംശാവലി വളരെ വ്യക്തമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പറയാം. ദൈവം ഉപയോഗിച്ച മറ്റു വ്യക്തികളെ പോലെ മറിയയുടെ വംശാവലി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റു വ്യക്തികൾക്ക് വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് തന്നെ വംശാവലിയുടെ ചരിത്രം ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദാം, ഹവ്വ, അവരുടെ മക്കൾ കയീൻ, ആബേൽ, അതിൽ നിന്ന് പിന്നീട് വന്ന മക്കൾ ശേത്ത്, അങ്ങനെ തുടങ്ങിയ സകലരുടെ വംശാവലി ഉൽപ്പത്തി പുസ്തകം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം ഒന്ന് പരിശോധിച്ചാൽ യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം പരിശോധിച്ചാൽ യേശുവിൻ്റെ വംശാവലി അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൂത്തിൻ്റെ പുസ്തകം പരിശോധിച്ച് നോക്കുക, അവിടെയും വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസഫിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ പലപ്പോഴായിട്ട് വേദപുസ്തകത്തിൽ തന്നെ പല വ്യക്തികളുടെയും വംശാവലി ദൈവം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ആ വ്യക്തികളുടെ പ്രാധാന്യത്തെ കുറച്ചുകൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലുള്ള ഒരു വംശാവലി, അതുപോലുള്ള ഒരു ആൻസസ്റ്ററൽ ഹിസ്റ്ററി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ചോദ്യം. മറിയയെക്കുറിച്ച്, യേശുവിൻ്റെ അമ്മയെ മറിയയെക്കുറിച്ച് ഉത്തരം ഇല്ല എന്നതാണ്. കാരണം തിരുവെഴുത്തുകളിൽ നമുക്ക് വ്യത്യസ്ത പൂർവ്വപിതാക്കന്മാരെയും കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും സമ്പൂർണ്ണ വംശാവലി കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ മറിയയെക്കുറിച്ച് ഒരു വംശാവലി രേഖയും കണ്ടെത്തുവാൻ കഴിയുകയില്ല. ക്രിസ്തു യേശുവിൻ്റെ ചരിത്രം ലൂക്കോസ് ശ്രദ്ധാപൂർവം തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറിയയുടെ വംശാവലിയുമായി ബന്ധപ്പെട്ട ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, മുഴുവൻ തിരുവെഴുത്തും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ്. പരിശുദ്ധാത്മാവാണ് വഴികാട്ടിയും എഴുത്തുകാരനും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണാത്തത്. ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ എഴുത്തുഭാഷ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രാധാന്യമുള്ള ഒന്നിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഒത്തിരി തവണ നമ്മൾ കൊടുത്തിരിക്കും. ഉദാഹരണത്തിന് വേദപുസ്തകം പരിശോധിച്ച് കഴിഞ്ഞാൽ യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ ജനനത്തിന് മുമ്പായി തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം പ്രവചിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തിന് ശേഷം യേശു തന്നെ സ്വയം തന്നെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ നിന്നും തെളിയിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ യേശുവിനെക്കുറിച്ച് ഒത്തിരി പ്രഘോഷണങ്ങൾ നടത്തി. ഒത്തിരി പേർ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ആദിമസഭ യേശുവിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രാധാന്യം കൊടുത്തു. യേശുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒത്തിരി ദൈവവചനങ്ങളും ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഒത്തിരി തവണ എഴുതുമ്പോൾ അതിനർത്ഥം അതിനത്രത്തോളം പ്രാധാന്യം കൂടുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു എഴുത്തുശാസ്ത്രം വെച്ച് നമ്മൾ പരിശോധിച്ചാൽ വേദപുസ്തകത്തിൽ മറിയയെക്കുറിച്ച് വളരെ കുറച്ചു ഭാഗങ്ങളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മറിയയെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞ ഭാഗങ്ങളിൽ മറിയയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറിയയുടെ ജനനം പോലും പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മറിയയെ നമ്മൾ കാണുന്നത് തന്നെ ഗബ്രിയേൽ ദൂതൻ്റെ വന്ദനവുമായി ബന്ധപ്പെട്ടാണ്. ആ സുവാർത്ത മറിയയെ അറിയിക്കുന്നത് തൊട്ടാണ് മറിയയെ വേദപുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങുന്നത്. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ മറിയയുടെ സാന്നിധ്യം പിന്നെ കാണുന്നതുമില്ല. അതുകൊണ്ട് തന്നെ മറിയയെക്കുറിച്ച് തന്നെ ഏറ്റവും കുറവ് ആയിട്ടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറിയയുമായിട്ടുള്ള യാതൊരു വംശാവലിയും, സത്യത്തിൽ മറിയയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര് പോലും സമ്പൂർണ്ണ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്ചര്യാവഹമാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള വംശാവലിയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ വളരെ നന്നായിട്ട് പരിശോധിച്ചാണ് ഈ സുവിശേഷം എഴുതി തുടങ്ങുന്നത്. കാരണം യേശുവിനെക്കുറിച്ച് പലരും ഇല്ലാ കഥകൾ പറഞ്ഞു തുടങ്ങി.
എന്നാൽ സത്യാവസ്ഥ എല്ലാവരും അറിയണമെന്നതുകൊണ്ട് വളരെയധികം പരിശോധിച്ച് ആ പരിശോധനയിൽ നിന്നും എനിക്ക് കിട്ടിയ തെളിവുകൾ ഉപയോഗിച്ച്, അറിവുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ചരിത്രം ചമച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ലൂക്കോസ് സുവിശേഷം എഴുതുന്നു. എന്നിട്ട് പോലും അതിനകത്തും മറിയയെക്കുറിച്ച് വേണ്ടതുപോലുള്ള ഒരു ഗൈഡൻസോ മറിയയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസോ ഇൻഫർമേഷൻസോ അതിനകത്ത് നമുക്ക് ലഭ്യമല്ല എന്നത് ആശ്ചര്യവഹം തന്നെയാണ്. ചോദ്യം 6. തിരുവെഴുത്തിൽ മറിയയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സത്യങ്ങൾ നാം വിശ്വസിക്കേണ്ടതുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറിയയെക്കുറിച്ച് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളൂ. എങ്കിൽ തന്നെയും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വേദപുസ്തകത്തിലായതുകൊണ്ട് തന്നെ അവയിൽ സത്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് അംഗീകരിക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഉത്തരമെന്നത് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നാം വിശ്വസിക്കേണ്ടത് തിരുവെഴുത്തുകളെയാണ്. ആ തിരുവെഴുത്തുകളിലാണ് നാം വിശ്വാസം സൂക്ഷിക്കേണ്ടത്. കാരണം തിരുവെഴുത്തുകളുടെ പ്രാധാന്യം യേശു തന്നെ പലപ്പോഴായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം യേശു ക്രിസ്തു തന്നെ തിരുവെഴുത്തുകൾ നാം അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. നിയമത്തിലും, അതായത് പഴയ ന്യായ പ്രമാണത്തിലും പ്രവാചകന്മാരിലൂടെയും മറ്റിതര എഴുത്തുകളിലൂടെ, അതായത് സങ്കീർത്തനങ്ങൾ, എസ്തേറിൻ്റെ പുസ്തകം, പിന്നെ അതുപോലുള്ള എഴുത്തുപ്രതികൾ, ഇതൊക്കെയും തിരുവെഴുത്തിലൂടെ യേശു ക്രിസ്തുവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മത്തായി സുവിശേഷം 26-56. യേശു ക്രിസ്തുവിനെ തുടക്കം മുതൽ ഇന്ന് വരെ അവതരിപ്പിക്കാൻ പരിശുദ്ധാത്മാവാണ് ബൈബിൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിനെ മനസ്സിലാക്കുവാനും യേശുവിൽ നമ്മുടെ ആശ എന്നേക്കുമായി വയ്ക്കുവാനും വേണ്ടിയാണ് ബൈബിൾ നമ്മുടെ കരങ്ങളിലായിട്ട് ദൈവം തന്നിരിക്കുന്നത്. പഴയ നിയമം മുഴുവനും യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വരവ്, മരണ, പുനരുത്ഥാനം. പ്രവൃത്തികളുടെ പുസ്തകമാകുന്ന ചരിത്ര പുസ്തകത്തിൽ യേശുവിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ചെയ്ത ശുശ്രൂഷകൾ. ഒരു സമ്പൂർണ്ണ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിനെയാണ്. യേശുവിന് വേണ്ടി, യേശുവിനെ പരിചയപ്പെടുത്താൻ, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയെയും യേശുവിൻ്റെ അത്ഭുത വരവിനെയും യേശുവിൻ്റെ അത്ഭുത യാഗത്തെയും മനുഷ്യകുലത്തിന് പരിചയപ്പെടുത്തുവാനായി ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ, വേദപുസ്തകം. യേശു ക്രിസ്തുവിന് തുടക്കം മുതൽ ഇന്ന് വരെ അവതരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെയാണ് ബൈബിൾ മുഴുവനും എഴുതിയിട്ടുള്ളത്. വേദപുസ്തകം പറയുന്നു, തിരുവെഴുത്തുകൾ അനുസരിച്ച് ക്രിസ്തു മരിച്ചു. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തുകൾ അനുസരിച്ചാണ് യേശു ക്രിസ്തു മരണപ്പെടുന്നത്. തിരുവെഴുത്തുകളെക്കുറിച്ച് അറിവില്ലാതിരുന്നവരെ ക്രിസ്തു യേശു ഏറെ ശകാരിക്കുകയും തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെയും ഹൃദയത്തെയും ക്രിസ്തു യേശു തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-45 വാക്യങ്ങൾ വായിച്ചു നോക്കുക. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എന്നെഴുതിയിരിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം ആണ് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത്. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട്, അതായത് നമ്മുടെ കാര്യങ്ങളിൽ ലഭിച്ചിരിക്കുന്ന, അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത് ന്യായപ്രമാണത്തെയും അതുപോലെ പ്രവാചക പുസ്തകത്തെയും മറ്റിതര എഴുത്തുപ്രതികളെയുമാണ് അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ലഭിച്ചിരിക്കുന്ന സകലതും നമ്മുടെ ഉപദേശത്തിനായിട്ടുള്ളതാണ്. നമ്മുടെ ഉപദേശത്തിനായിട്ടുള്ള തിരുവെഴുത്തുകളാണ്. നമ്മെ സ്ഥിരതപ്പെടുത്തുവാനുള്ള ഉപദേശമാണ്. നമ്മെ ആശ്വസിപ്പിക്കുവാനും നമുക്ക് പ്രത്യാശ തരേണ്ടതിനുമായിട്ടുള്ള തിരുവെഴുത്തുകളാണ് നമ്മുടെ കരങ്ങളിൽ മുന്നേ കിട്ടിയത് എന്ന് അപ്പോസ്തലൻ റോമാലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായിട്ട് പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ, ആമേൻ എന്ന് പൗലോസ് റോമാലേഖനം 16-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു. തിരുവെഴുത്തുകളിൽ മറഞ്ഞിരുന്ന സത്യത്തെ വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തു യേശുവാണ്. തിരുവെഴുത്തുകളിൽ യേശു ക്രിസ്തു മറഞ്ഞിരുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്ന ആ മർമ്മത്തിൻ്റെ വെളിപ്പാട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി സകല മാനവകുലത്തിനും ദർശിക്കുവാൻ സാധിച്ചു. ഏകജ്ഞാനിയായ ദൈവം, സകല ജ്ഞാനവും പുറപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിനുള്ളത് ദൈവാത്മാവ് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ
തിരുവെഴുത്തുകളെക്കുറിച്ച് അറിയുവാൻ, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. ആ തിരുവെഴുത്തുകളിൽ മറിയെക്കുറിച്ച് എന്തെഴുതിയിരിക്കുന്നുവോ അത് മാത്രം വിശ്വസിക്കുക, അത് മാത്രം സ്വീകരിക്കുക. തിരുവെഴുത്തുകളെ അനുസരിക്കാതെ അതിര് കടന്നു പോകുന്ന ഒരു വ്യക്തിക്കും ദൈവമില്ല എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. തിരുവചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവമുള്ളൂ. തിരുവെഴുത്തുകളിൽ ആ യേശുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം നമ്മൾ വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് യാതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ചോദ്യം 7. മറിയ നമ്മെ പോലെ സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നോ അതോ ദിവ്യത്വമുള്ള സ്ത്രീ ആയിരുന്നോ? നമ്മുടെ ഇടയിൽ തന്നെ മറിയയ്ക്ക് തിരുവചനം കൊടുക്കുന്നതിനേക്കാൾ ഉപരി മാന്യതയും ആദരവും സ്തുതിയും കൊടുക്കുന്ന ഒത്തിരി കൂട്ടായ്മകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മറിയത്തിൻ്റെ ചിത്രങ്ങൾ, മറിയത്തിൻ്റെ പ്രതിമ, മറിയയുടെ ആലേഖനം ചെയ്ത പലതരത്തിലുള്ള പ്രതിരൂപങ്ങൾ, ഇവയൊക്കെയും വെച്ച് മറിയത്തെ ഞങ്ങൾ ആരാധിക്കുകയല്ല, പകരം ഞങ്ങൾ ആദരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരാധനയുടെ മൂർത്തിഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പല കൂട്ടായ്മകളെയും നമ്മുടെ ചുറ്റിലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളല്ലാത്തവർ പോലും തെറ്റിദ്ധരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ളവരുടെ കൂട്ടായ്മകളുടെ ദൈവം മറിയയാണോ? എന്നാൽ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുന്നു എന്നുള്ള യേശുവിൻ്റെ കൽപ്പന പോലെ തിരിച്ചറിവ് പ്രാപിക്കാത്തവർ ഇന്നും തിരിച്ചറിവ് പ്രാപിക്കാത്തവരെ ആ പാപത്തിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മറിയ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിരുന്നു. മറിയയിൽ യാതൊരു ദിവ്യത്വവുമില്ല. എല്ലാ യഹൂദനെയും പോലെ മറിയയും തൻ്റെ ആത്മാവിന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാൻ തിരുവെഴുത്തുകളിൽ താൻ പഠിച്ചിട്ടുള്ളതുപോലെ ഒരു രക്ഷകനെ കാത്തിരുന്നതായി മറിയ തന്നെ വെളിപ്പെടുത്തുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം. മറിയ ഒരു യഹൂദ സ്ത്രീയാണ്. എല്ലാ യഹൂദരും ന്യായപ്രമാണം പഠിച്ചിരിക്കണം. എല്ലാ യഹൂദരും പ്രവാചക പുസ്തകത്തെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് നേടിയിരിക്കണം. എല്ലാ യഹൂദരും മറ്റിതര എഴുത്തുപ്രതികൾ, സങ്കീർത്തനങ്ങൾ പോലുള്ള ഇതര എഴുത്തുപ്രതികളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുന്നവരാകണം. അപ്പോൾ ആ പറയുന്ന പ്രവാചക പുസ്തകങ്ങളും ആ പറയുന്ന നിയമപുസ്തകങ്ങളും ആ പറയുന്ന മറ്റിതര എഴുത്തുകളും സങ്കീർത്തനങ്ങൾ പോലുള്ള എഴുത്തുകളുമൊക്കെ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനായിട്ട്, ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായി ഒരു മെശിഹായുടെ ജനനമാണ് അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മരക്ഷയ്ക്കുള്ള ഒരു രക്ഷിതാവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, മറിയ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നത് കൊണ്ട് തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും ഒരു രക്ഷിതാവിനെ കാത്തിരുന്നു. ആ രക്ഷിതാവിനെ, തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു രക്ഷിതാവിനെ കാത്തിരുന്നു എന്നുള്ളത് മറിയ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം. യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് മറിയയുമായി ശാരീരിക ബന്ധം പുലർത്തിയില്ല എന്നത് തിരുവചനം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് മറിയയുമായി ശാരീരിക ബന്ധം പുലർത്തിയില്ല. മറിയയെ അറിഞ്ഞില്ല എന്ന് കൊടുത്തിരിക്കുന്ന ആ വാക്ക് ഗ്രീക്ക് ലെക്സിക്കോണിൽ സ്ട്രോങ്സ് G1097 നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാണ്. മറിയയെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനുള്ള ജൂത ഭാഷ, യഹൂദന്മാരുടെ ഭാഷയാണ് ഗ്രീക്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നു, യേശുവിനെ പ്രസവിക്കും വരെ യോസഫ് മറിയയുമായി ശാരീരിക ബന്ധം പുലർത്തിയില്ല. യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞ് ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറിയ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു. മറിയ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് മക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യജാതൻ എന്നുള്ള വാക്ക് അവിടെ കൊടുത്തത്. അല്ലെങ്കിൽ ഏകജാതൻ എന്ന് കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, തനിക്ക് ഏകജാതനായ പുത്രനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്നാൽ മറിയയ്ക്കോ ജോസഫിനോ ആ വാദം അവകാശപ്പെടാനാകില്ല.
കാരണം തിരുവചനം തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, മറിയ തൻ്റെ ആദ്യജാതന് ജന്മം കൊടുത്തു. യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് മറിയയുമായി ശാരീരിക ബന്ധം പുലർത്തിയില്ല. യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് മറിയയെ അറിഞ്ഞില്ല എന്നുള്ള വാക്കുകൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനുള്ള യഹൂദ ഭാഷയാണ്. ഏതൊരു യഹൂദ സ്ത്രീയെയും പോലെ മറിയയും സാധാരണ സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ജോസഫ് മറിയയെ പരിഗ്രഹിച്ചത്. ജോസഫ് മറിയയിലൂടെ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇതൊരു അസംഷൻ മാത്രമാണ്. ജോസഫ് ഒരു യഹൂദനായിരുന്നല്ലോ. അപ്പോൾ യഹൂദൻ ഒരു യഹൂദ സ്ത്രീയെ വിവാഹം ചെയ്ത് മക്കളുടെ അമ്മയായിട്ട് സന്തോഷിക്കുവാൻ, അതവർക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറുന്ന ഒരു അനുഗ്രഹമാണ്. ആ മക്കളുടെ അമ്മയായി തീരുവാൻ, ആ മക്കളുടെ അപ്പനായി തീരുവാൻ, സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജോസഫ് മറിയയും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ജോസഫുമായിട്ടുള്ള വിവാഹത്തിന് മറിയ സമ്മതിക്കുകയും ജോസഫ് മറിയയെ പരിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. ഇനി കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം എന്ന് പറഞ്ഞ് യേശുവിൽ മറിയ തൻ്റെ പൂർണ്ണ വിശ്വാസം വെച്ച് നമുക്ക് മാതൃകയായി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. കാനാവിലെ കല്യാണ വിരുന്നിൽ മറിയ യേശുവിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മറിയയ്ക്ക് വേദപുസ്തകം കൊടുക്കാത്ത പല ആദരവും കൊടുത്ത് മറിയയെ ഒരു ദൈവമായി വാഴ്ത്തുന്ന, ദൈവമായി കണക്കാക്കുന്ന, ദൈവമായി ആരാധിക്കുന്ന അവരുടെ ഇടയിൽ മറിയയിലാണ് പൂർണ്ണ വിശ്വാസം ജനങ്ങൾ വയ്ക്കുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത്, മറിയയോട് നമ്മുടെ അപേക്ഷകൾ പറഞ്ഞാൽ മറിയ അത് യേശുവിൻ്റെ കരങ്ങളിൽ കൊണ്ടു കൊടുക്കും, യേശു നമുക്കത് ചെയ്തു തരും. അമ്മയുടെ വാക്ക് തെറ്റിച്ചു കളയുവാൻ ഒരു മകന് കഴിയില്ലല്ലോ. എന്നാൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രദർശിപ്പിക്കുവാനുള്ള അവസരമാണ് മറിയയ്ക്ക് കാനാവിൽ നഷ്ടമായത്. യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യമുണ്ട്, തൻ്റെ ചാർച്ചക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. മറിയയിൽ എന്തെങ്കിലും ഒരു ദിവ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ നാട്ടിൽ വിവാഹം പോലുള്ള ഒരു പരസ്യമായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം തനിക്ക് എന്തെങ്കിലും ഒരു ദിവ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രദർശിപ്പിക്കുവാൻ പറ്റിയൊരു അവസരമാണ് കാനാവിൽ മറിയയ്ക്ക് നഷ്ടമായത്. മാത്രവുമല്ല, യേശുവിനെ പ്രസവിച്ച് വളർത്തിയ മറിയ ഭാഗ്യവതിയാണ് എന്ന ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ വാഴ്ത്തിപ്പാടിയപ്പോൾ യേശു ആ വാഴ്ത്തിപ്പാടിയ സ്ത്രീയെ തിരുത്തി കൊടുത്തു. അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-28 അതൊന്ന് വായിക്കാം. ഇത് പറയുമ്പോൾ പുരുഷാരത്തിലൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. സ്ത്രീ ഉച്ചത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും വിളിച്ചു പറയുകയാണ്. പമ്മി പറഞ്ഞതല്ല, രഹസ്യത്തിൽ പറഞ്ഞതല്ല. കൂടെ ഉണ്ടായിരുന്ന എത്രയോ ജനങ്ങൾ അത് കേട്ടിട്ടുണ്ടാകണം. യേശു അവളോട് തിരുത്തി മൃദുസ്വരത്തിലല്ല പറഞ്ഞു കൊടുക്കുന്നത്, രഹസ്യത്തിലല്ല പറഞ്ഞു കൊടുക്കുന്നത്. അതേ സാഹചര്യത്തിൽ നിന്ന് യേശു തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ മറിയയ്ക്ക് വേദപുസ്തകം കൊടുക്കാത്ത ഒരു സ്ഥാനത്തെയും ഒരു റെവറൻസിനെയും ഒരു വെനറേഷനെയും ഒരു ആരാധനയും ഒരു ആദരവും കൊടുത്തപ്പോൾ യേശു തിരുത്തി. അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. ഇനി യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഏതൊരു സാധാരണക്കാരനെ പോലെയും മറിയയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യന്താപേക്ഷിതമായിരുന്നു. അതുകൊണ്ടാണ് ശക്തി പ്രാപിക്കുന്നതുവരെ ജെറുസലേമിൽ കാത്തിരിക്കുവാൻ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ടപ്പോൾ, അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അമ്മയായ മറിയവും അവരോടൊപ്പം കൂടിയത്. സ്വർഗീയ ശക്തിയെ കാത്തിരുന്ന ഏവർക്കും അത് ലഭിച്ചു, മറിയ ഉൾപ്പെടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിഴലിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് മറിയയിൽ വിശുദ്ധ പ്രജ ഉത്ഭവിച്ചത്. എന്നാൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയയിൽ ആവസിച്ചിരുന്നില്ല. മറിയയ്ക്കും പരിശുദ്ധാത്മാവ് എന്ന ശക്തിയും പരിശുദ്ധാത്മാവ് എന്ന ദാനവും ആവശ്യമായിരുന്നു. കാരണം കാനാ മുതൽ ക്രൂശീകരണം വരെ യേശു തൻ്റെ ദൈവത്വത്തിൽ നിന്ന് മറിയയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചിരുന്നില്ല. പലപ്പോഴായി
മറിയെ യേശു അഭിസംബോധന പോലും ചെയ്തത് സ്ത്രീയെ എന്ന് വിളിച്ചാണ്. സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഒരു മോശം വാക്കല്ല. എന്നിരുന്നാൽ തന്നെയും ഒരമ്മയ്ക്ക് എത്രമാത്രം ബഹുമാനം കൊടുക്കണമെന്ന് യേശു തന്നെ നമുക്ക് കാണിച്ചു തരാനുള്ള പല അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്ന അതേ ബഹുമാനം മറിയയ്ക്കും കൊടുത്തു. എന്നാൽ ഒരമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്ന നിലയിൽ യാതൊരുവിധ വലിയ പ്രത്യേക പരിഗണനയും യേശു കൊടുത്തിരുന്നില്ല. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശുവിനോട് അപേക്ഷയുമായി ചെന്ന മറിയയ്ക്ക് ആ അപേക്ഷയുടെ ഉത്തരം കിട്ടിയോ? ഇല്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ യേശു മറിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പ്രിയമുള്ളവരെ, നമുക്കറിയില്ലേ, യേശുവിൻ്റെ അമ്മയാണ് മറിയ. മറിയയുടെ മകനാണ് യേശു. യേശു ദൈവമെങ്കിൽ ആ ദൈവത്തിൻ്റെ ദൈവമാതാവല്ലേ മറിയ? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ യേശുവും മറിയയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ മറന്നുപോവുകയാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ സമയം ഇതുവരെയുമായിട്ടില്ല. കൃത്യസമയത്ത് പ്രവർത്തിക്കുവാൻ, കൃത്യസമയത്ത് വിടുതൽ കൊടുക്കുവാൻ, കൃത്യസമയത്ത് അത്ഭുതം ചെയ്യുവാൻ യേശുവിന് വളരെ നന്നായി അറിയാം. സമയം തെറ്റിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും കർത്താവായ യേശു ക്രിസ്തു ചെയ്യുകയില്ല. യേശു കാനാവിൽ വന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ പദ്ധതി പ്രകാരമാണ്. യേശു ആഗ്രഹിച്ചിട്ട് തന്നെയാണ് കാനാവിൽ കല്യാണത്തിന് വന്നത്. യേശു ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കും യേശു ചെന്നത്. അവിടുത്തെ ഉദ്ദേശം യേശു നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായി ചെയ്യാൻ യേശുവിനറിയാം. എന്നാൽ യേശു നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സമയത്തിന് മുന്നോടിയായി ഇനി യേശുവിൻ്റെ അമ്മയല്ല, ഭൂമിയിലെ അമ്മയല്ല, ആര് തന്നെ വന്ന് ആവശ്യപ്പെട്ടാലും ആ സമയത്തല്ലാതെ മറ്റൊരു സമയത്തും ആ പ്രവൃത്തി ഒരുവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്നത്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല സ്ത്രീയെ. എൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ എനിക്കറിയാം, അതിനകത്ത് മറിയ ഇടപെടണ്ട എന്നുള്ളൊരു സ്വരവും, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ, ആ സമയത്ത് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്നുള്ളൊരു സ്വരവും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കൃത്യസമയത്ത് പ്രവർത്തിക്കുവാൻ യേശുവിനറിയാം. ലാസറിൻ്റെ കല്ലറയ്ക്കടുക്കിൽ എപ്പോൾ വരണമെന്ന് യേശുവിനറിയാം. ഗദരദേശത്തു ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യപ്പെടുത്തുവാൻ എപ്പോൾ പോകണമെന്ന് യേശുവിനറിയാം. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുവാൻ എപ്പോൾ പോകണമെന്ന് യേശുവിനറിയാം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി അയക്കും. എന്നാൽ അതിന് മുന്നോടിയായി യേശുവിൻ്റെ അമ്മയല്ല ആര് ചെന്ന് അപേക്ഷിച്ചാലും ഉത്തരം ലഭിക്കുകയില്ല. മറിയ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ? ഇല്ല. മറിയയുടെ അപേക്ഷ കേട്ടില്ല കർത്താവ്. പകരം മറിയ വന്ന് അവിടെ നിന്നവരോട് പറയുകയാണ്, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇനി അവൻ എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ, അവൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്തോ അതാണ് അപ്പോസ്തലന്മാർ തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്താണോ അതാണ് യേശുവിൻ്റെ അമ്മയായ മറിയം പോലും ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്താണോ അതാണ് ആദിമ സഭ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതെന്താണോ അത് മാത്രമായിരിക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇങ്ങനെ പറയുന്നതിലൂടെ മറിയയ്ക്ക് നാം കൊടുക്കുന്ന ആദരവും മറിയയ്ക്ക് നാം കൊടുക്കുന്ന ബഹുമാനവും കുറഞ്ഞു പോകുകയില്ല. പക്ഷെ യേശുവിൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ യേശുവിനറിയാം. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഇടയിൽ കയറി അപേക്ഷകൾ അർപ്പിക്കുവാനോ പ്രാർത്ഥന അർപ്പിക്കുവാനോ അതിന് ഇളക്കം തട്ടിക്കുവാനോ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ലോകത്തോട് മറിയയ്ക്കും വിളിച്ചു പറയണമായിരുന്നു. എന്നാൽ അങ്ങനെ പറയേണ്ടതിന് മറിയയ്ക്കും സ്വർഗീയ ശക്തി ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോടൊപ്പം പെന്തക്കോസ്താ നാളിൽ മറിയയും കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്.
അവർ യേശുവിൻ്റെ വാക്കിന് അനുസരണം കാണിച്ചു. മറിയ ഉൾപ്പെടെ യേശുവിൻ്റെ വാക്കിന് അനുസരണം കാണിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞതായിരുന്ന വാഗ്ദത്തം അവർക്ക് ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവിടെ കൂടിയിരുന്ന ഓരോരുത്തർക്കും ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി, മറിയ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ മറിയ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ് മറിയയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമായി വന്നത്. മറിയ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ് നീ കുടിച്ച മുലയും നിന്നെ ചുമന്ന ഉദരവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു സ്ത്രീ വാഴ്ത്തിപ്പാടിയപ്പോൾ യേശു ക്രിസ്തു അത് തിരുത്തി കൊടുത്തു. അല്ല, എന്നെ ചുമന്ന ഉദരം വാഴ്ത്തപ്പെട്ടതല്ല, ഞാൻ കുടിച്ച മുലപ്പാൽ വാഴ്ത്തപ്പെട്ടതല്ല, എന്നെ ചുമന്ന സ്ത്രീ അല്ല വാഴ്ത്തപ്പെട്ടത്. പകരം എൻ്റെ കൽപ്പനകൾ, വചനം, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. ചോദ്യം 8: എല്ലാ മനുഷ്യരും ജനിക്കുന്നത് പാപത്തിലാണോ? അങ്ങനെയെങ്കിൽ മറിയയുടെയും ജനനം പാപത്തിലായിരുന്നിരിക്കത്തില്ലേ? ഉത്തരം ശരിയാണ്. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് പാപത്തിലാണ്. കാരണം ഇവരെല്ലാവരും ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും പുറപ്പെട്ടു വന്ന സന്തതികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ ആദ്യ പാപത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പോലും പറയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ ജനിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 51:5. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം: ഏക മനുഷ്യൻ പാപം ചെയ്തതോടെ സകലരും പാപികളായി. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം: സകലരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എങ്ങനെയാണ് സകലരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തുന്നത്? ഏദനിൽ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിലൂടെ സകല മനുഷ്യർക്കും ദൈവ തേജസ് നഷ്ടമായി. അതുപോലെ സകലരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സകല മനുഷ്യരും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതിൽ മനുഷ്യ സ്ത്രീയായ മറിയയും ഉൾപ്പെടുന്നു. മറിയയുടെ ജനനവും മനുഷ്യനിൽ നിന്നാണ്. മറിയയുടെ ജനനം ദൈവത്തിൽ നിന്നും നേരിട്ട് വന്ന ഒരു അത്ഭുത ജനനമല്ല. മറിയയുടെ ജനനവും ഒരു പിതാവ് ഒരു സ്ത്രീ സംയോജനത്തിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് തന്നെ മറിയയുടെ ജനനവും പാപത്തിൽ തന്നെയാണ്. ഒരു മനുഷ്യൻ തന്നിൽ പാപം ഇല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നും 1 യോഹന്നാൻ 1:18 യേശു ക്രിസ്തുവിനെ കള്ളനാക്കുന്നു എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:10 യേശുവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന് യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ, അരുമ ശിഷ്യൻ യോഹന്നാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ തന്നിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ തന്നെ വഞ്ചിക്കുന്നു, യേശു ക്രിസ്തുവിനെ കള്ളനാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം വ്യർത്ഥമായി തീരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനം വ്യർത്ഥമായി തീരുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം വ്യർത്ഥമായി പോകുന്നു. മറിയ ഒരു സാധാരണ സ്ത്രീയാണ്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും ജനിച്ച സ്ത്രീയാണ്. പുരുഷ സ്ത്രീ സംയോജനത്തിൽ പിറന്ന സ്ത്രീയാണ്. മറിയയിൽ പാപമില്ല എന്ന് നാം അവകാശപ്പെട്ടാൽ പ്രിയരെ, നാം നമ്മെ തന്നെ വഞ്ചിക്കുകയും വചനത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ കള്ളനാക്കുകയും ചെയ്യുകയാണ്. യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന, യേശുവിൻ്റെ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ച ആ മറിയയും പാപത്തിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് യോഹന്നാൻ തൻ്റെ എഴുത്തിലൂടെ വ്യക്തമാക്കുകയാണ്. മറിയ പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ തന്നിൽ പാപം ഇല്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ മറിയ പാപത്തിൽ അല്ല ജനിച്ചത്. മറിയയുടെ ജനനം അമലോത്ഭവം ആയിരുന്നു എന്ന് നാം വാദിച്ചാൽ ശരിക്കും നാം മറിയയെ വഞ്ചിക്കുന്നു. പറയുന്ന വ്യക്തി തന്നെ താൻ വഞ്ചിക്കുന്നു, യേശു ക്രിസ്തുവിനെ കള്ളനാക്കുന്നു. മറിയ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് മറിയയിലും പാപമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറിയ തനിക്കായി ഒരു രക്ഷകനെ കാത്തിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം: സർവശക്തനായ ദൈവം തൻ്റെ മഹത്വവും സ്തുതിയും മറ്റൊരു വ്യക്തിക്കും വിട്ടുകൊടുക്കില്ല എന്ന് അരുൾ ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 8-ാം വാക്യം: നമ്മുടെ ദൈവം ഈ കാര്യത്തിൽ അസൂയാലുവായ ദൈവമാണ്. സർവശക്തനായ ദൈവം തൻ്റെ മഹത്വവും സ്തുതിയും ഒരു മനുഷ്യനും വിട്ടുകൊടുക്കുന്നില്ല, ഒരു വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുന്നില്ല, ഒരു രൂപങ്ങൾക്കും വിട്ടുകൊടുക്കുന്നില്ല,
ഒരു ചിത്രങ്ങൾക്കും വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ ദൈവം മഹത്വവും സ്തുതിയും നൽകുന്നതിൽ അസൂയാലുവായ ദൈവമാണ്. തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: യേശു മാത്രം പാപം എന്തെന്ന് അറിഞ്ഞില്ല, യേശുവിൽ മാത്രം പാപം ഇല്ല. എന്താണ് ഇവിടെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്? യേശുവിൽ മാത്രമാണ് പാപം ഇല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ച ബാക്കിയുള്ള എല്ലാ മനുഷ്യരും പാപത്തിൽ തന്നെയാണ് ജനിച്ചത്. 1 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം, 2 കൊരിന്ത്യർ 5:21, എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, 1 യോഹന്നാൻ 3:5, യെശയ്യാ പ്രവചനം 53:9. ഇവയെല്ലാം പഠിപ്പിക്കുന്നത് യേശു മാത്രമാണ് പാപം കൂടാതെ ജനിച്ചത്. യേശു മാത്രം പാപം എന്തെന്നറിഞ്ഞില്ല, യേശുവിൽ മാത്രം പാപമില്ല. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിനുള്ളിലൊരു ആന്തരിക അർത്ഥമുണ്ട്. യേശുവിനെ കൂടാതെ ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തിൽ തന്നെയാണ് ജനിച്ച് വീഴുന്നത്. മറിയ തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഒരു രക്ഷിതാവിനെ കാത്തിരുന്നു. യേശു ഭൂമിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. തന്നിൽ മാത്രമേ പാപം ഇല്ലാതിരുന്നുള്ളൂ എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ആയതിനാൽ മറിയയുടെയും ജനനം പാപത്തിൽ തന്നെയായിരുന്നു. ചോദ്യം 9: പാപമില്ലാത്ത ദൈവമായ യേശുവിന് ജന്മം കൊടുക്കണമെങ്കിൽ ജന്മം കൊടുക്കുന്ന അമ്മയും പാപമില്ലാത്ത വ്യക്തിയായിരിക്കേണ്ടേ? സാധാരണയായി മറിയയ്ക്ക് ഒത്തിരി ആദരവ് കൊടുക്കുന്ന, ഒത്തിരി സ്തുതി കൊടുക്കുന്ന, ഒത്തിരി ബഹുമാനം കൊടുക്കുന്ന വ്യക്തികൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: പാപമില്ലാത്ത ദൈവമായ യേശുവിന് ജന്മം കൊടുക്കണമെങ്കിൽ ജന്മം കൊടുക്കുന്ന അമ്മയും പാപമില്ലാത്ത വ്യക്തിയായിരിക്കണ്ടേ? കാരണം യേശു ദൈവമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അമ്മ ദൈവമാതാവല്ലേ? യേശു ദൈവമാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അമ്മ ദൈവമാതാവല്ലേ എന്ന് പറയുന്നത് ചേർച്ചയാണ് എന്ന് പഠിപ്പിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചേർച്ചയും നമ്മുടെ ചേർച്ചയില്ലായ്മയും പറയുകയല്ല ദൈവിക കാര്യത്തിൽ. ദൈവം എന്ത് പഠിപ്പിച്ചോ, ദൈവം എന്ത് ഉപദേശം തന്നോ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ലാതെ ദൈവത്തെ പഠിപ്പിക്കുവാൻ ഒരു മനുഷ്യനും അധികാരമില്ല. തിരുവെഴുത്തുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഉത്തരം നമുക്ക് പരിശോധിക്കാം. തിരുവെഴുത്തുകളിൻ പ്രകാരം കന്യക ജനനം ഒരു അടയാളം മാത്രമാണ്. മശിഹ എങ്ങനെ ജനിക്കും? മശിഹ എവിടെ ജനിക്കും? ബത്ലഹേമിൽ മശിഹ ജനിക്കണം എന്നുള്ളത് വാഗ്ദത്ത നിവൃത്തിയാണ്. തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയതാണ്. ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ആ പുത്രൻ രക്ഷകൻ, ഇമ്മാനുവേൽ എന്നെല്ലാം വിളിക്കപ്പെടും. അത് തിരുവെഴുത്തുകളിലുള്ളതാണ്, വാഗ്ദത്ത നിവർത്തീകരണമാണ്. പ്രിയമുള്ളവരെ, മറിയ എന്ന് പേരുള്ള വ്യക്തി മാത്രമായിരിക്കും യേശു എന്ന രക്ഷിതാവിന് ജന്മം കൊടുക്കുക. ആ ജന്മം കൊടുക്കുന്ന സ്ത്രീയും യേശുവിനെ പോലെ തന്നെ പാപരഹിതയായിരിക്കും എന്നൊന്നും തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. പ്രവാചകന്മാരിലൂടെ ദൈവം അരുൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമല്ല. സങ്കീർത്തനക്കാരനോ ശലോമോനോ തുടങ്ങിയ എഴുത്തുകാരോ ആരും തന്നെയും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ദൈവം ഇപ്രകാരമാണ് ജനത്തിന് അടയാളം കൊടുത്തത്: ഒരു കന്യക കുഞ്ഞിന് ജന്മം കൊടുക്കും. അത് ഏത് കന്യകയുമാകാം. മനുഷ്യനിൽ നിന്നും ദൈവത്തിന് ഏത് കന്യകയും തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഒരു മനുഷ്യന് ഇന്ന വ്യക്തിയെ മാത്രമേ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്കായി തിരഞ്ഞെടുക്കാവൂ എന്ന് പറഞ്ഞ് ദൈവത്തെ അങ്ങോട്ട് നിർദ്ദേശിക്കുവാനുള്ള അധികാരമില്ല. ഒരു കന്യക ജനനം കൊടുക്കും, ഒരു കന്യക കുഞ്ഞിന് ജന്മം കൊടുക്കും. അതായിരുന്നു അടയാളം. ആ അടയാള പൂർത്തീകരണത്തിനായി മറിയ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. അത്രമാത്രമേ ഉള്ളൂ. തിരുവെഴുത്തുകളിൻ പ്രകാരം കന്യകാ ജനനം ഒരു അടയാളം മാത്രമാണ്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം നൽകും. ഈ വസ്തുത ഒരു യഹൂദ സ്ത്രീ ആയതിനാൽ മറിയയ്ക്കും വ്യക്തമായി അറിയാം. അതിനാലാണ് ദൂതൻ
ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തിരുന്ന വാഗ്ദത്ത നിവർത്തീകരണത്തിന് മറിയയ്ക്ക് കൃപ ലഭിച്ചു എന്ന സന്ദേശം അറിയിച്ചപ്പോൾ മറിയ ഭയപ്പെട്ടത്. മറിയ പോലും തൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചില്ല ആ രക്ഷകന് ജന്മം കൊടുക്കാൻ പോകുന്ന സ്ത്രീ താനായിരിക്കുമെന്ന്. മറിയ ഒരു സാധാരണ യഹൂദ സ്ത്രീയെ പോലെ ജീവിച്ച വ്യക്തിയാണ്. ഒരു സാധാരണ യഹൂദ സ്ത്രീയെ പോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരു സാധാരണ യഹൂദ കുടുംബം പോലെ വിവാഹം കഴിച്ച് മക്കളുമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. എന്നാൽ താൻ തിരുവെഴുത്തുകളിൽ, ചുരുളുകളിൽ, പ്രവാചക പുസ്തകങ്ങളിൽ പഠിച്ച ആ രക്ഷകന്റെ ജനനം അത് മറിയയിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്ന് മറിയ അറിഞ്ഞപ്പോൾ മറിയ ഭയപ്പെട്ടു, മറിയ ഞെട്ടി. ഇത് എങ്ങനെ എന്ന് മറിയ ദൂതനോട് ചോദിച്ചു. മറിയ ഭയപ്പെട്ടു പോയി. ദൂതൻ അരുൾ ചെയ്തു, മറിയ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം POC ബൈബിളിലൊക്കെ കൃപ നിറഞ്ഞവൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ പരിഭാഷ തെറ്റാണ്. കൃപ നിറയുക എന്നതും കൃപ ലഭിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. കൃപ നിറയുക എന്ന് പറയുന്നത് മറിയയുടെ ഉള്ളിൽ കൃപ നിറഞ്ഞു പൊങ്ങി എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ്. അപ്പോൾ ആ കൃപ നിറയാൻ ആധാരമായത് മറിയയാണ്. കൃപ ലഭിക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാം കൃപ എന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണ്. തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവം തന്നെ മറിയയെ പോലെ പലരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ചിലരുടെ പേര് ഇവയൊക്കെയാണ്: മോശ, നോഹ, അബ്രഹാം, ഗിദയോൻ, ശിംശോൻ തുടങ്ങിയവർ. ഇവരെല്ലാവരും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരണയോടെ സ്വീകരിച്ചതുപോലെ മറിയയും ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണം കാണിച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം താൻ പ്രവാചകന്മാരിലൂടെ മുൻപ് പറഞ്ഞിരുന്ന ആ രക്ഷിതാവിന് ജന്മം കൊടുക്കുവാൻ മറിയയെ തിരഞ്ഞെടുത്തു. ആ കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് മറിയയ്ക്ക് നൽകി. കൃപ നിറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം മറിയയായി മാറും. എന്നാൽ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ കൃപ നൽകിയ വ്യക്തി പ്രാധാന്യം അർഹിക്കുന്നു. അത് നമ്മുടെ സർവശക്തനായ ദൈവം മാത്രമാണ്. നമ്മൾ പറഞ്ഞല്ലോ, മോശ, നോഹ, അബ്രഹാം, ഗിദയോൻ, ശിംശോൻ തുടങ്ങിയവർ മറിയെ പോലെ തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവിക പൂർത്തീകരണത്തിന് വേണ്ടി, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ചിലരാണ്. ഇവരെല്ലാവരും അനുസരണയോടെയാണ് ദൈവത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ മറിയയും അനുസരണയോടെ ദൈവത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മറിയ തന്നെ ദൈവം മുമ്പാകെ പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസി എന്നാണ്. ശരിക്കും പരിഭാഷകർ അത് കൊടുത്തിരിക്കുന്നത് അടിമ സ്ത്രീ എന്നുള്ള അർത്ഥമാണ്. കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന വാക്കിൻ്റെ ലെക്സിക്കോൺ നമ്പർ സ്ട്രോങ്സ് G1399 പരിശോധിക്കാം. സ്ലേവ് എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്ലേവ് എന്ന് പറയുന്നത് അടിമയാണ്. ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട് ആ പ്രത്യേക കാര്യത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അടിമ, ഒരു പ്രത്യേക ദൗത്യത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അടിമ. അത് ആ അടിമ ചെയ്തു തന്നെയാകണം. ദൈവം കൊടുത്ത വാക്കിന് തന്നെ സമർപ്പിച്ച് ആ വാക്കിന് തന്നെ അടിമയാക്കുന്നു എന്നാണ് മറിയ ദൂതനോട് പറഞ്ഞത്. ഞാൻ കർത്താവിൻ്റെ ദാസി. മറിയ തന്നെ ദൈവം മുമ്പാകെ പരിചയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസി എന്നാണ്. എന്നാൽ ഇന്ന് മനുഷ്യർ ദാസി എന്ന് പറഞ്ഞവളെ രാജ്ഞിയാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഇത് വചനവിരുദ്ധതയാണ്. വചനത്തിൽ നിന്നും പിന്മാറി പോകുന്നതാണ്. വചനം അതിരുവിട്ടു പോകുന്നതാണ്. കർത്താവിൻ്റെ ദാസി എന്ന് പരിചയപ്പെടുത്തിയവളെ ഇന്ന് സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി മനുഷ്യർ വാഴിച്ചു. ദൈവത്തിൻ്റെ അമ്മയാക്കി വാഴിച്ചു. ഇത് വചനവിരുദ്ധതയാണ്. വചനത്തിൻ്റെ അതിര് ലംഘനമാണ്. യോഹന്നാൻ നേരത്തെ പറഞ്ഞതുപോലെ
ദൈവവചനത്തിൽ നിന്നും അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. ഇനി മറിയയുടെ പാപരഹിത ജനനം ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തിരുന്നതോ മറിയ തന്നെ സ്വയമായി തിരിച്ചറിഞ്ഞിരുന്നതോ ആയ സത്യമല്ല. യേശുവിൻ്റെ ജനനം പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തതാണ്. ഇസഹാക്കിൻ്റെ ജനനം ദൈവം തന്നെ നേരത്തെ അബ്രഹാമിന് അരുൾ ചെയ്ത കാര്യമാണ്, വാഗ്ദത്തം കൊടുത്തതാണ്. യാക്കോബിന് വാഗ്ദത്തം ലഭിച്ചതാണ്. ഇങ്ങനെ ഒത്തിരി പേർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മറിയയുടെ ജനനവുമായി ബന്ധപ്പെട്ട് യാതൊരു വാഗ്ദത്തങ്ങളും വേദപുസ്തകത്തിലോ തിരുവെഴുത്തുകളിലോ നമുക്ക് കാണുവാൻ സാധ്യമല്ല. മറിയയുടെ മാതാവും പിതാവും പൂർണ്ണ മനുഷ്യർ ആയതിനാലും മറിയ ദൈവത്തിൽ നിന്നും നേരിട്ട് ജനിക്കാത്തതിനാലും എല്ലാ മനുഷ്യരെയും പോലെ മറിയയിലും പാപമുണ്ടായിരുന്നു. എല്ലാ യഹൂദ സ്ത്രീയെ പോലെയും മറിയയും തൻ്റെ ഭർത്താവിനൊപ്പം കുടുംബജീവിതം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് യോസഫിനുമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ താൻ തന്നെ സമർപ്പിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവളെ അത്ഭുതപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 29 വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് മറിയയ്ക്ക് ജന്മം കൊടുക്കുവാൻ സാധിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനല്ല. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന് മാത്രമാണ്, യേശുക്രിസ്തുവിൻ്റെ മാനുഷിക ശരീരത്തിന് മാത്രമാണ് മറിയയ്ക്ക് ജന്മം കൊടുക്കുവാൻ സാധിച്ചത്, അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനല്ല. പ്രിയരെ, ദൈവത്തിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധതയാണ്, അത് ഹെരസിയാണ്. ദൈവം ആദ്യനും അന്ത്യനുമാണ്. ദൈവത്തിന് അവസാനമില്ല, തുടക്കമില്ല. ദൈവത്തിനെ ഒന്നിലും പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നും ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകത്തിൻ്റെ വിരുദ്ധതയാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വത്തെ നാം വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. യേശുവിൻ്റെ മനുഷ്യത്വത്തിന് മാത്രമാണ് മറിയയ്ക്ക് ജന്മം കൊടുക്കുവാൻ സാധിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനല്ല. യേശുക്രിസ്തു എപ്പോഴും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പിതാവിനെയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറിയയുടെ ഒരു വാക്ക് ഏറ്റു പറഞ്ഞിട്ടില്ല, മറിയയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടില്ല, മറിയെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മറിയയുടെ അപേക്ഷ കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരോടും തന്നെ കേട്ടുനിന്നവരോടുമൊക്കെ തൻ്റെ ജീവിതത്തിൽ മുഴുവനും പരിചയപ്പെടുത്തിയത് പിതാവിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം, പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച യേശു. പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച യേശുവിനെ മറിയ ദൈവമാതാവ് എന്നും യേശു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ തൻ്റെ അമ്മയുടെ വാക്ക് യേശു തെറ്റിക്കുകയില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാനായിലെ കല്യാണം വരുന്നത് നമുക്കറിയാം. മറിയ അപേക്ഷയുമായി യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ അപേക്ഷയ്ക്ക് ഉത്തരം കിട്ടാതെയാണ് മറിയ തിരിച്ചു പോകുന്നത്. ആ ഉത്തരം കിട്ടാതെ തിരിച്ചു പോകുന്ന മറിയ അവിടെ കൂടി നിന്ന് അവിടുത്തെ പരികർമ്മികളായിട്ടുള്ളവരോട് പറയുന്നത്, യേശുക്രിസ്തു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ യേശു ദൈവമാതാവ് എന്ന പദവി മറിയയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അമ്മ മറിയത്തിൻ്റെ വാക്ക് യേശു ഒരിക്കലും കാനായിലെ കല്യാണം വരുന്നതിൽ വെച്ച് തെറ്റിക്കുകയില്ലായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെ നമ്മൾ വായിക്കുമ്പോൾ, യേശുവിനെ കാണാൻ വന്നപ്പോൾ യേശു അവിടെ നിന്നും കാണാതെ മാറിപ്പോകുകയില്ലായിരുന്നു. ആൾക്കൂട്ടത്തിലെ സ്ത്രീ മറിയയെ വാഴ്ത്തി പാടിയപ്പോൾ അത് തിരുത്തത്തില്ലായിരുന്നു. ലൂക്കോസ് 11:27-28. മറിയ നാം എല്ലാവരും പോലെ ഒരു സാധാരണ യഹൂദ സ്ത്രീ ആയിരുന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തെ ഉദരത്തിൽ പേറാൻ ദൈവം അവൾക്ക് കൃപ കൊടുത്തെങ്കിൽ അതേ കൃപ ഒട്ടും കുറയാതെ യേശുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വഹിക്കുവാൻ ദാനമായി ദൈവം നൽകിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഉദരത്തിൽ മറിയ യേശുവിൻ്റെ മനുഷ്യത്വത്തെ പേറി. എന്നാൽ ഇന്ന് നമ്മൾ ഹൃദയത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തെ പേറി നമ്മൾ ജീവിക്കുകയാണ്. അതിനുള്ള കൃപ ഒട്ടും കുറയാതെ യേശുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വഹിക്കുവാൻ ദാനമായി ദൈവം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അന്ന് മറിയ തന്നെ ദാസി എന്ന് ദൂതന് പരിചയപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തുവിനാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. ആയതിനാൽ
യേശുവിന് ജന്മം കൊടുക്കണമെങ്കിൽ ജന്മം കൊടുക്കുന്ന അമ്മയും പാപമില്ലാത്ത വ്യക്തിയായിരിക്കണ്ടേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് മറിയ ജന്മം കൊടുത്തത്, യേശുവിൻ്റെ ദൈവത്വത്തിനല്ല. ദൈവത്തെ ഉദരത്തിൽ പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല, ദൈവത്തെ ജനിപ്പിക്കുവാൻ സാധ്യമല്ല. മറിയ ഒരു സാധാരണ യഹൂദ സ്ത്രീയായിരുന്നു, പാപത്തിൽ ജനിച്ച സ്ത്രീയായിരുന്നു. ചോദ്യം 10. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് യേശുവോ അപ്പോസ്തലന്മാരോ ആദിമസഭയോ നൽകാത്ത സവിശേഷതകൾ നാം ഈ കാലഘട്ടത്തിൽ നൽകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോടൊപ്പം മറിയ നമ്മുടെ ആരാധനയും ബഹുമാനവും സ്തുതിയും അർഹിക്കുന്നുണ്ടോ? ഉത്തരം: തിരുവെഴുത്തുകൾ നമുക്ക് തെളിയിച്ചു തരുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അസ്തിത്വവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണവുമാണ്. ഇതിൽ യാതൊരു പങ്കും മറിയയ്ക്കുള്ളതായി ദൈവം തന്നെ അവകാശപ്പെടുന്നില്ല. എന്നാൽ മറിയയ്ക്ക് ലഭിച്ച കൃപ അത് വർണ്ണനാതീതം തന്നെയാണ്. എന്നാൽ യേശുവോ അപ്പോസ്തലന്മാരോ ആദിമസഭയോ മറിയയിൽ യാതൊരു ദിവ്യത്വവും കണ്ടിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു തന്നെ പറയുമായിരുന്നു. അങ്ങനെ യാതൊന്നും താൻ പറഞ്ഞിട്ടുമില്ല. ആയതിനാൽ ഇന്ന് നാം അറിവില്ലാതെ മറിയയ്ക്ക് കൊടുക്കുന്ന യാതൊരു അനാവശ്യ സവിശേഷതകളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ദൈവമാകട്ടെ മറിയയാകട്ടെ അംഗീകരിക്കുകയില്ല എന്നത് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ യേശു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. മറിയ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഭൂമിയിലെ വളർത്തുപിതാവായ ജോസഫ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് ഊഹാപോഹങ്ങളിലാകരുത്, സത്യസന്ധമായ വചനത്തിലായിരിക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിലും വസിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു നമുക്ക് നൽകി തന്നിരിക്കുന്ന കൽപ്പനകൾ, ഉപദേശങ്ങൾ നാം പാലിക്കുക തന്നെ വേണം. പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് അനാവശ്യ മറിയൻ സിദ്ധാന്തങ്ങളും വ്യാജ ആരാധനയും സഭയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നത് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമാണ്. ചിലർ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മനുഷ്യർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ്. മറിയയ്ക്ക് നാം കൊടുക്കുന്ന ആദരവ്, ബഹുമാനം, സ്തുതി, വാഴ്ത്തൽ ഇവയൊക്കെ പരിശുദ്ധാത്മാവ് തങ്ങൾക്ക് വെളിപ്പെടുത്തി എന്ന പേര് പറഞ്ഞാണ് അവർ ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ യേശു പഠിപ്പിച്ചതിന് വിരോധമായോ പുതിയതായോ യാതൊന്നും പഠിപ്പിക്കുവാൻ ഇല്ല എന്ന് യേശു തന്നെ സ്വയം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. ദൈവാത്മാവിന് യേശു പഠിപ്പിച്ചതിന് വിരോധമായി യാതൊന്നും പഠിപ്പിക്കാനില്ല. ഇനി പുതിയതായിട്ടും പരിശുദ്ധാത്മാവിനൊന്നും പഠിപ്പിക്കാനില്ല. പരിശുദ്ധാത്മാവ് പുതുക്കത്തിൻ്റെ ആത്മാവ്, ശരിയാണ്. ആരുടെ പുതുക്കമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തിൻ്റെ പുതുക്കമാണ് പറഞ്ഞിരിക്കുന്നത്? പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വഭാവത്തിൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ടുള്ള വെളിപ്പാടുകൾ നമുക്ക് പരിശുദ്ധാത്മാവ് തരും. വചനപ്രകാരമല്ലാത്തത്, യേശു പഠിപ്പിക്കാത്ത പുതിയ വെളിപ്പാടുകൾ തരാനുള്ള വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു പഠിപ്പിച്ചതിന് വിരോധമായി പഠിപ്പിക്കുകയില്ല. യേശു തന്നെ പറയുന്നു, പുതിയതായിട്ട് യാതൊന്നും പഠിപ്പിക്കുവാനല്ല പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുന്നത്. ഞാൻ എന്ത് പഠിപ്പിച്ചോ അതിൽ നിന്നും എടുത്തു തന്നെ നിങ്ങളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസികമായതിനാൽ ഇതിൽ സംശയിക്കുവാൻ ദൈവമക്കൾക്ക് യാതൊന്നുമില്ല. യേശുവാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ, ആദിമസഭയാകട്ടെ, മുൻ പ്രവാചകന്മാരാകട്ടെ, ആരും തന്നെയും യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് ഒരു പ്രത്യേക സവിശേഷതയും കൊടുത്തിരുന്നില്ല. 1854 പയസ് 9-ാമൻ മാർപ്പാപ്പ 1545-നും 1563-നും ഇടയിൽ
പാപ്പമാർ ട്രെൻഡ് കൗൺസിലിൽ ഒരുമിച്ച് കൂടി എടുത്ത ഈ വേദപുസ്തക വിരുദ്ധ ആശയം ഒത്തിരി പേർ വിമർശിച്ചിട്ടും വീണ്ടും കത്തോലിക്ക സഭയിൽ, ഞാൻ പറയുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു. ആദ്യകാല നൂറ്റാണ്ടുകളിലെ വേദപുസ്തക അടിസ്ഥാന വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ റോമൻ കത്തോലിക്ക സഭയോട് വചനത്തിൽ മാത്രം വിശ്വസിച്ചിരുന്നവർ പലപ്പോഴായിട്ട് ആഹ്വാനം ചെയ്തു. അതെന്തിനായിരുന്നു? അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ഉപദേശം, യേശു കർത്താവ് പഠിപ്പിക്കാത്ത ഉപദേശം, ആദിമസഭ പഠിപ്പിക്കാത്ത ഉപദേശം, പ്രവാചകന്മാർ പറയാത്ത ഉപദേശം, ദൈവം തന്നെ നൽകാത്ത വാഗ്ദത്തങ്ങൾ, ദൈവം തന്നെ നൽകാത്ത ദുർവിവർത്തനങ്ങൾ, ഇവയെല്ലാം ഒഴിച്ചു കളഞ്ഞുകൊണ്ട് അടിസ്ഥാന വിശ്വാസത്തിലേക്ക്, ആദിമ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ വചനത്തിൽ മാത്രം നിലകൊണ്ട് വിശ്വസിച്ചിരുന്നവർ പലപ്പോഴായിട്ട് റോമൻ കത്തോലിക്കരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ആരും തന്നെയും അത് ചെയ്തില്ല. എന്നാൽ ഈ ദുർവിവർത്തനം റോമൻ സഭയിൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയും മറിയയെ സഭയ്ക്ക് അമ്മയായി വാഴിക്കുകയും ചെയ്തു. ആരാധനയും സ്തുതിയും ദൈവത്തിന് മാത്രം കൊടുക്കുവാനുള്ളതാണ്. ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനവും ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയും ദൈവത്തിന് കൊടുക്കുന്ന പുകഴ്ചയും തുല്യ അളവിൽ മറ്റൊരു വ്യക്തിക്കും കൊടുക്കുവാൻ സാധ്യമല്ല. നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ദൈവത്തിന് കൊടുക്കുന്നത് പോലുള്ള ഒരു സ്തുതിയല്ല മറിയയ്ക്ക് ഞാൻ കൊടുക്കുന്നത് എന്ന്. തീർത്തും ആദിമസഭയിലെ ആരും തന്നെയും മറിയയെ വാഴ്ത്തിയില്ല, മറിയയെ സ്തുതിച്ചില്ല. മറിയയ്ക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെയുള്ള അതല്ലാതെ മറ്റ് കുറച്ചുകൂടെ വലുതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ തികവ് വന്ന ഒരു ബഹുമാനവും ആരും തന്നെ കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് തെളിവുകളില്ല. ദൂതന്റെ സുവാർത്ത കേട്ട മറിയം തനിക്ക് ഈ കൃപ നൽകിയ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചു. മറിയ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നമ്മളിവിടെ മറിയയോട് നമ്മുടെ പ്രാർത്ഥനകൾ പറഞ്ഞ് ദൈവത്തിൽ നിന്നും ചിലത് നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറിയ ദൈവത്തെ സ്തുതിച്ച് തൻ്റെ വാക്കിനോട് അനുസരണം കാണിച്ചതുപോലെ നാമും ദൈവത്തോട് മാത്രം നമ്മുടെ പ്രാർത്ഥന ചോദിച്ച് സ്തുതിക്കുക എത്രയേ വേണ്ടത്. മറ്റെല്ലാ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ വിശുദ്ധന്മാർക്ക് നാം കൊടുക്കുന്ന ബഹുമാനം തീർച്ചയായും മറിയയ്ക്കും കൊടുക്കണം. പക്ഷേ അത് എല്ലാ വിശുദ്ധന്മാർക്കും, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നാം കൊടുക്കുന്ന അതേ ബഹുമാനം തന്നെ മറിയയ്ക്കും കൊടുക്കണം. പക്ഷേ ആരാധനയും അപേക്ഷായാചനയും ദൈവത്തോട് മാത്രമായിരിക്കട്ടെ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 16 വരെ വായിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടാട്ടെ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ യേശു ക്രിസ്തു അംഗീകരിച്ചത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അത് മാത്രമേ തൻ്റെ ജീവിതത്തിൽ അനുസരിക്കുകയുള്ളൂ. അത് മാത്രമേ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയുമുള്ളൂ. അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറയുകയാണ്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്താൻ സാധിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് മറ്റെല്ലാ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കും കൊടുക്കുന്ന അതേ ബഹുമാനം തന്നെ കൊടുക്കണം. എന്നാൽ മറിയ ഏതൊരു യഹൂദ സ്ത്രീയെയും പോലെ സാധാരണ സ്ത്രീ ആയിരുന്നതിനാൽ യേശുവിനെ പോലെ യാതൊരു ദിവ്യത്വവും അവകാശപ്പെടാനില്ല. മറിയയുടെ രക്ഷകർത്താക്കൾ ജന്മപാപത്തിൽ തന്നെയാണ് അവൾക്ക് ജന്മം കൊടുത്തത് എന്ന് മറിയ തൻ്റെ ആത്മരക്ഷയ്ക്കായി ഒരു രക്ഷിതാവിനെ കാത്തിരുന്നതിനാൽ നമുക്ക് മനസ്സിലാകുന്നു. കന്യകാജനനം യഹൂദന്മാർക്ക് ദൈവം മശിഹായുടെ വരവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്ന ഒരടയാളമായിരുന്നു. എന്നാൽ ആ കൃപ മറിയയ്ക്ക് ലഭിക്കുകയും അവൾ ദൈവീക പ്രവൃത്തിക്കായി
ഒരു ദാസിയായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് മറിയയ്ക്ക് ജന്മം കൊടുക്കുവാൻ കൃപ ലഭിച്ചത്, അല്ലാതെ യേശുവിൻ്റെ ദൈവത്വത്തിനല്ല. യേശു ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമാണ്. തുടക്കവും ഒടുക്കവുമില്ലാത്ത ദൈവത്തെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല. യേശു ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നുവല്ലോ. സ്വർഗത്തിലുള്ള യാതൊന്നിൻ്റെയും രൂപമോ സാദൃശ്യമോ ഉണ്ടാക്കരുത് എന്ന് ദൈവിക കൽപ്പന നിലനിൽക്കെ അത് പൂർണ്ണമായും തെറ്റിച്ച് മറിയയ്ക്ക് ഒരു രൂപവും ഉണ്ടാക്കി പ്രാർത്ഥന അപേക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ആയതിനാൽ മറിയയും നമ്മെപ്പോലെ പാപത്തിൽ ജനിച്ച ഒരു സാധാരണ സ്ത്രീയാണ്. അവൾ തൻ്റെ ആത്മാവിനെ നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് എന്നേക്കുമുള്ള രക്ഷ യേശു ക്രിസ്തുവിൽ കണ്ടെത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിനെയാണോ മുറുകെ പിടിച്ചിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു നിശ്ചയിച്ചു വച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ പ്രവൃത്തിയെ യേശു ക്രിസ്തു തികയ്ക്കും. അതിന് യേശു ക്രിസ്തുവിന് ഏതൊരു വ്യക്തിയുടെയും പിന്തുണയും വേണ്ട, ഏതൊരു വ്യക്തിയുടെയും പദ്ധതികളും വേണ്ട. നമ്മുടെ ആത്മരക്ഷയാണ് പ്രധാനം. ഇന്ന് ദൈവത്തോടായി നിങ്ങൾ പ്രാർത്ഥിക്കുക. വേദപുസ്തകത്തിനും വചനത്തിനും അതിരുവിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കൽ വരിക, തിരികെ വരിക. കർത്താവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ചെയ്ത തെറ്റുകൾ, ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയുക. മനുഷ്യനോടല്ല, ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ടെ. നിങ്ങളെ അറിയുന്ന, നിങ്ങളെ കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങൾക്ക് പുതിയ ജീവനെ ദാനമായി നൽകി തരും. മറിയയ്ക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് കൃപ നൽകിയതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം കൃപ തന്ന് നിത്യജീവനിലേക്ക് കയറുവാനുള്ള കൃപ തന്ന് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ പരിശോധിക്കുക. വചനത്തെ വിട്ട് ജീവിക്കുന്നത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് അപകട കാരണമാകും. സത്യം മനസ്സിലാക്കുക. സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.